അമ്പലത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അമ്മുവും ഹരിയും. അവൻ്റെ വയറിൽ കൈകോർത്ത് മുറുക്കെ പിടിച്ചായിരുന്നു അവൾ ഇരുന്നത്. അമ്മു, അമ്മുവേ! പുറകിലിരിക്കുന്നവളെ അവനൊന്ന് താളത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു. ഇന്ന് കുറച്ച് ദൂരേന്ന് എന്നെ കാണാൻ ഒരു കൂട്ടർ വരും. അവർക്ക് മെയിൻ റോഡിൻ്റെ സൈഡിലെ വസ്തു വാങ്ങിക്കാനാണ്. നിന്നെ വീട്ടിലാക്കിയിട്ട് എനിക്ക് അത്യാവശ്യമായി അവിടെ വരെ ഒന്ന് പോകണം. തിരിച്ചു വരാൻ ഉച്ച കഴിയും. ഈ ഇടപാട് വലിയ കേടുപാടില്ലാതെ നടന്നാൽ എനിക്കൊരു 5 ലക്ഷം രൂപ എങ്ങും തൊടാതിങ്ങ് പോരും. കാര്യം പറഞ്ഞവർ വീടിൻ്റെ ഗേറ്റിനടുത്തെത്തി. അവൾ ഇറങ്ങിയിട്ട് മുഖത്ത് നോക്കിയപ്പോൾ മുഖം കടന്നല് കൊത്തിയതുപോലെ വീർത്തിരിക്കുന്നു. ഞാൻ പോകുന്നതിനാണോ എൻ്റെ പ്രിയതമയെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന് ഗുണമുള്ള കാര്യത്തിന് പോകാൻ നേരം നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? മോള് സന്തോഷമായിട്ട് ശ്രീയേട്ടനെ യാത്ര അയച്ചേ. അവളുടെ വീർത്ത കവിളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ തെളിയുന്ന പുഞ്ചിരി കണ്ട് കവിളിലൊന്ന് തട്ടിക്കൊണ്ട് സന്തോഷത്തോടെ അവൻ പോയി. അവൻ പോയതും പോയ കാര്യം നല്ലപടി നടക്കണമെന്ന് പ്രാർത്ഥിച്ച് ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കയറി. ഗേറ്റ് അടച്ച് തിരിഞ്ഞപ്പോൾ തന്നെ ശാരദയുടെ സ്വരം കേട്ടു. അവൻ എവിടെയാ മോളെ പോയത്? എന്തോ വസ്തു കച്ചവടത്തിന് പോയതാണമ്മേ. ചന്ദനം അവരുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. വസ്തു കച്ചവടം കൊണ്ടവന് നല്ല രീതിയിൽ കാശ് കിട്ടുന്നുണ്ട്. ഏതായാലും എൻ്റെ മോനിപ്പോൾ നല്ല മാറ്റമുണ്ട്. പൈസ സമ്പാദിക്കണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ട്. പണ്ടൊക്കെ 10 കിട്ടിയാൽ 20 ചെലവാക്കി കളയുമായിരുന്നു. താടിക്ക് കൈകൊടുത്തുകൊണ്ട് ദീർഘനിശ്വാസത്തോടെ ശാരദ പറഞ്ഞു നിർത്തി. കല്യാണമായതുകൊണ്ട് കുറച്ച് ദിവസം തയ്ക്കാൻ പറ്റിയില്ല. അതൊക്കെയൊന്ന് തയ്ക്കട്ടെ. പിന്നെയും കുറച്ച് ഓർഡർ വന്ന് കിടപ്പുണ്ട്. അവൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാനായി അകത്തേക്ക് കയറി. മോളെന്നാൽ അത് ചെയ്യേ. അമ്മ പോയി ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ട് വരാം. ഒരുപാട് ദിവസമായി പച്ചക്കറി തന്നെയല്ലേ കഴിക്കുന്നത്. ഇന്നെങ്കിലും അതിനൊരു മാറ്റമാവട്ടെ. അമ്മ പറഞ്ഞതിന് തലകുലുക്കി അവൾ അകത്തേക്ക് കയറിപ്പോയി. ശാരദ ഒരുങ്ങി കടയിൽ പോകാൻ ഗേറ്റ് തുറന്നപ്പോഴേക്കും രവി ഓട്ടോയുമായി വന്നു. ഓട്ടോയിലിരുന്നു കൊണ്ട് തന്നെ കുറച്ച് കവർ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് രവി പറഞ്ഞു. ഇന്നാ ശാരദാമ്മേ, ഇത് ഇവിടെ തരാൻ ഹരിയേട്ടൻ വാങ്ങി തന്ന് വിട്ടതാണ്. ഏട്ടൻ അത്യാവശ്യമായി എവിടെയോ പോകണമെന്ന് പറഞ്ഞു. എനിക്കൊരു ഓട്ടമുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അത്രയും പറഞ്ഞ് നിറഞ്ഞ ചിരിയും സമ്മാനിച്ച് രവി പോയി. ഇറച്ചിയും മീനും മരച്ചീനിയുമെല്ലാം അതിലുണ്ടായിരുന്നു. അവനറിയാം ഞാൻ സാധനം മേടിക്കാൻ പോകുമെന്ന്. അതുകൊണ്ടാണ് വാങ്ങിക്കൊടുത്ത് വിട്ടത്. നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യം അവൻ മാനത്ത് കാണും. ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി വന്ന അമ്മുവിനെ നോക്കി ശാരദ പറഞ്ഞു. എന്നാൽ പിന്നെ ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ തയ്ക്കാൻ തുടങ്ങാം. അവരുടെ കയ്യിലിരുന്ന കവറിൽ പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. ദേഹത്ത് അഴുക്കാക്കാതെ ഇതിൽ നിന്ന് വിട്ടേ. മോളിതൊന്നും ശരിയാക്കാൻ നിൽക്കണ്ട. പോയി തയ്ക്കാനുള്ളത് തയ്ക്കേ. അമ്മ ചെയ്തോളാം ഇതെല്ലാം. ഇന്നെന്തായാലും ബീഫും ചീനിയും വെക്കാം. മീൻ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ മോളെ? കാര്യം പറഞ്ഞുകൊണ്ട് അഭിപ്രായമറിയാനായി അവളോട് മുഖത്തേക്ക് നോക്കി. അമ്മ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും കൂടി സഹായിക്കാം, അവൾ കുറച്ച് വാശിയോടെ പറഞ്ഞു. നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എനിക്ക് വയ്യാതാകുമ്പോൾ നീ ചെയ്താൽ മതി. അല്ലാതെ എന്തിനുമേതിനും അടുക്കളയിൽ കയറാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സാധനങ്ങളുമായി അവർ അടുക്കളയിലേക്ക് പോയി. താൻ ജോലി ചെയ്യാതിരിക്കാനുള്ള അമ്മയുടെ കപട ദേഷ്യം ഓർത്തവൾ പുഞ്ചിരി തൂകി തയ്ക്കാനായി കയറി. 1:30 കഴിഞ്ഞിട്ടും ശ്രീഹരിയെ കാണാഞ്ഞ് തയ്ക്കുമ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് മിഴി അയച്ചു. ആഹാരമെല്ലാം വെച്ചതിന് ശേഷം അവൾക്ക് വന്ന് കൂട്ടിരിക്കുകയായിരുന്നു ശാരദ. മോളെ, നമുക്ക് കഴിക്കാം. അവന് ഇനി എപ്പോൾ വരുമെന്ന് വിചാരിച്ചാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മ വിശന്നിരിക്കേണ്ട, ആഹാരം കഴിച്ചോ. ഞാൻ എന്തായാലും അമ്മയുടെ പുന്നാരമോൻ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. മുഖം ചെറിയ രീതിയിൽ വീർപ്പിച്ച് വെച്ച് പറയുന്നവളെ നോക്കിയൊന്ന് ചിരിച്ചിട്ടവൾ പറഞ്ഞു. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കഴിച്ചാൽ മതി. ഏതായാലും ഞാൻ ആഹാരം കഴിച്ചിട്ട് ഒരു ഇച്ചിരി കണ്ണടയ്ക്കട്ടെ. ഒരുപാട് സമയമായി ഉറക്കം വരാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പറഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി. 2:30 കഴിഞ്ഞതിന് ശേഷമാണ് ഹരി തിരിച്ചു വന്നത്. ഹരിയുടെ ബൈക്ക് വന്നിട്ടും അവൾ മിഷ്യൻ ചവിട്ടുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റിയില്ല. അവളെയും നോക്കിയവൻ ചായ്പിൻ്റെ വാതിലിൽ വന്ന് നിന്നു. വെറുപ്പിച്ച മുഖമായിരിക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി തിളങ്ങി. അമ്മു, എൻ്റെ അമ്മു, ആ വസ്തുവിൻ്റെ കാര്യം ശരിയായി. അതാണ് ഇത്രയും താമസിച്ചത്. നീ എന്തിനാണ് ഇങ്ങനെ മോന്തി ഇറക്കിയിരിക്കുന്നത്? ഞാൻ രാവിലെ പോയപ്പോൾ തന്നെ നിന്നോട് വിശദമായി പറഞ്ഞതല്ലേ.
ഇപ്പോൾ നിനക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? പറയ്. എനിക്ക് വയറ് വിശക്കുന്നു. എത്ര സമയമായി ഞാൻ കാത്തിരിക്കുകയാണെന്നറിയോ? പരിഭവത്തോടുള്ള അവളുടെ ചോദ്യം അവൻ്റെ മനസ്സിൽ പനിനീർ തുള്ളികൾ വീണതുപോലെ തണുപ്പുണ്ടാക്കി. അവളോടുള്ള പ്രണയം കൊണ്ടവൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി. അവൻ ആർദ്രമായി പറഞ്ഞു, എന്നാ വാ, നമുക്ക് ചോറ് കഴിക്കാം. എനിക്കിനിയിപ്പോൾ ചോറ് വേണ്ട, എൻ്റെ വിശപ്പ് ചത്ത്. വേണമെങ്കിൽ പോയി തനിയേട്ട് കഴിച്ചോ. നല്ല കലിപ്പിൽ അവളുടെ മറുപടി വന്നു. നീയാണടി ഉത്തമ ഭാര്യ. ജോലി കഴിഞ്ഞ് വന്ന ഭർത്താവിന് ആഹാരം കൊടുക്കാത്ത ഭാര്യ. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ആരെങ്കിലും പറയുന്ന പറച്ചിലാണോ ഇത്? താടിക്ക് കൈ കൊടുത്തവൻ ആലോചിക്കുന്നത് പോലെ പറഞ്ഞു. എനിക്ക് എന്നെപ്പോലെയേ പെരുമാറാൻ കഴിയൂ. ഉത്തമയായ ഭാര്യയായിട്ട് അഭിനയിക്കാനൊന്നും എനിക്ക് കഴിയില്ല. മിഷീൻ്റെ ശബ്ദം ശക്തമായി കേൾപ്പിച്ചുകൊണ്ടവൾ പറഞ്ഞു. അവളെ കലിപിടിപ്പിക്കാനായവൻ കുറുമ്പോടെ പറഞ്ഞു. എന്നാൽ പിന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ വേറെ പെണ്ണെ കെട്ടേണ്ടി വരും. തയ്ച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തി ചാടി എഴുന്നേറ്റ് കത്രിക അവൻ്റെ കഴുത്തിൽ വെച്ചു. നിങ്ങൾക്ക് വേറെ പെണ്ണ് കെട്ടണോ? എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിയെടുക്കും. എന്തെങ്കിലും അതിമോഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മറന്നേര്. അവൾ ഇതൊക്കെ പറയുന്ന നേരവും അവൻ്റെ കണ്ണുകളെല്ലാം അവളുടെ ചുവന്ന മൂക്കിലും വിറയ്ക്കുന്ന ചുണ്ടുകളിലുമായിരുന്നു. താനിത്ര ദേഷ്യത്തോടെ പറഞ്ഞിട്ടും അവൻ്റെ കണ്ണുകളിലെ മറ്റൊരു ഭാവം കണ്ടവൾ വല്ലാതെ പതറിപ്പോയി. കത്രിക താഴെ വെച്ചിട്ട് അവിടുന്ന് വലിയാൻ നോക്കിയവളെ അവൻ പിടിച്ച് നെഞ്ചോട് ചേർത്ത് കാതോരമായി പറഞ്ഞു. അമ്മു, അമ്മൂസേ, ഒരുമ്മ, അത് മാത്രം മതി. തരത്തില്ലെന്ന് പറയരുത്. നീ തന്നില്ലെങ്കിലും ഞാൻ എടുക്കുമത്. എനിക്കെന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വിറയ്ക്കുന്ന സ്വരവും ചൂടുള്ള നിശ്വാസവും ചുംബനം തേടുന്ന ചുണ്ടുകളും കണ്ണിൻ്റെ മായാജാലവും അവളെ മറ്റൊരു ലോകത്തേക്കെത്തിച്ചു. അവളുടെ മൗനം സമ്മതമായി എടുത്ത് അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കിയിട്ട് മുഖം ആകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇണയെ കണ്ടെത്തിയതുപോലെ അതരം അതരങ്ങളുമായി ചേർന്നു. പൂവിൽ നിന്ന് തേന്നുകരുന്ന വണ്ടിനെ പോലെ ചുണ്ടുകൾ അവൻ മൃദുവായി നുണഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ ചുണ്ടിൽ നിന്ന് നാവിലേക്ക് പ്രയാണം ചെയ്യാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആദ്യമായി അറിയുന്ന ചുംബനത്തിൻ്റെ ലഹരിയിലായിരുന്നു അമ്മു. ഈ ലോകം പോലും അവൾ മറന്നുപോയി. അവൾ പോലും അറിയാതെ അവളുടെ കൈ അവനെ ചേർത്ത് പിടിച്ചു. ഹരിയും ആദ്യമായിരുന്നു ഇത്രയും പ്രണയത്തോടെ കാമത്തിൻ്റെ ചുവ ചേർക്കാതെ ചുംബിക്കുന്നത്. അതിൻ്റെ ലഹരിയിൽ അവനും മതിമറന്നുപോയി. ഉറക്കത്തിലായിരുന്ന ശാരദ അമ്മുവിൻ്റെ ഫോണടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഉണർന്നത്. ഫോണെടുത്തപ്പോൾ രവിയുടെ ഭാര്യയായിരുന്നു. കടയിൽ ഓർഡറിൻ്റെ കാര്യം പറയാൻ വിളിച്ചതാണ്. ഫോണും കൊണ്ട് അമ്മുവിൻ്റെ അടുത്ത് വന്ന ശാരദ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി. അമ്മയുടെ മോളെ വിളി കേട്ടതുപോലെ തോന്നിയ ഹരിയും അമ്മുവും പെട്ടെന്ന് അകന്നു മാറി. പരസ്പരം മുഖത്ത് നോക്കാൻ എല്ലാവർക്കും ജാള്യത തോന്നി. മോളെ അത്യാവശ്യമായി ആരോ വിളിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ടവർ സുമിയുടെ വീട്ടിലേക്ക് പോയി. അമ്മു ഫോണിൽ മുക്കിയും മൂളിയും സംസാരിച്ചു. മറുസൈഡിൽ ഫോൺ കട്ട് ചെയ്തിട്ടും അവൾ അതും പിടിച്ചങ്ങനെ തന്നെ നിന്നു. അമ്മു, അവൻ ആർദ്രമായി വിളിച്ചു. അവനെ നോക്കാതെ അവിടെ ഇരുന്ന് തുണിയിൽ ഞെരടി അവൾ നിന്നു. ദേഷ്യാണോ എന്നോട്? ഇനിയെങ്കിലും എന്നെ ശ്രീയേട്ട എന്നൊന്ന് വിളിക്കാമോ? അനങ്ങാതെ നിൽക്കുന്നവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. അവളുടെ പുറം അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അമ്മ കണ്ടതിൻ്റെ ചമ്മലാണോ അതോ ഉമ്മ തന്നതിൻ്റെ പിണക്കമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലെ പച്ച ഞരമ്പ് തെളിഞ്ഞു നിൽക്കുന്നതിൽ അവൻ മൃദുവായി ചുണ്ടമർത്തി. ഒന്നേങ്ങി വിറച്ചുകൊണ്ട് തിരിഞ്ഞവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയവൾ പറഞ്ഞു. എനിക്ക് വയറ് വിശക്കുന്നു. എന്നാൽ വാ, നമുക്ക് ചോറ് കഴിക്കാം. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ അടുക്കളയിലേക്ക് പോയി. ദൂരെ നിന്ന് അമ്മയും സുമചേച്ചിയും ഇത് കാണുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ ഇനി എനിക്ക് കണ്ണു തുറന്ന് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സുമേ, ശാരദ ആലോചനയോടെ പറഞ്ഞു. ചേച്ചി ഇനി കുറച്ചുനാൾ കണ്ണടച്ച് പിടിച്ചേക്ക്. അല്ലെങ്കിൽ വീട്ടിൽ എവിടെ പോകുമ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടക്കുക. സുമ കളിയായി പറഞ്ഞതാണെങ്കിലും ശാരദ കാര്യമായി തന്നെ എടുത്തു. നീ പറഞ്ഞത് കണക്കൊക്കെ വേണ്ടിവരുമെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ മോൻ നല്ല രീതിയിൽ മാറി. അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനി ഏത് നിമിഷം എനിക്കെന്ത് സംഭവിച്ചാലും ഒരു സങ്കടവുമില്ല, അവർ നിർവൃതിയോടെ പറഞ്ഞു. ചേച്ചി ആവശ്യമില്ലാത്തതൊക്കെ പറയാതെ. മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്ക്, സുമയെ അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി തന്നെ ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി അടുക്കളയിലിരിക്കുന്ന അവൾക്ക് വാരിക്കൊടുത്തും
അവനും കഴിച്ചു. നല്ല രീതിയിൽ എരിവ് വലിക്കുന്നുണ്ടായിരുന്നു അവൾ. എന്തു പറ്റി അമ്മു? ചുണ്ടു മുറിഞ്ഞെന്ന് തോന്നുന്നു, വായൊക്കെ നീറുന്നു. നീറ്റിലെടുത്തിട്ട് മറ്റൊന്നും ഓർക്കാതെ പറഞ്ഞു പോയതായിരുന്നു. ചോറ് വാരുന്നത് നിർത്തി അവളെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടപ്പോഴാണ് പറഞ്ഞതെന്താണെന്ന് ആലോചിച്ചത് തന്നെ. മുറിഞ്ഞെടുത്ത് മരുന്ന് വെച്ച് തരട്ടെ? കാതോരം അവൻ ചോദിച്ചു. അതേപോലെ ഒരു ഉമ്മയും കൂടി തരുമ്പോൾ മുറിവ് ഉണങ്ങിക്കോളും. അവൻ നാവുകൊണ്ട് നെല്ലിക്കയുണ്ടാക്കി കുസൃതിയോടെ പറഞ്ഞു. അവൾ നാണത്തോടെ തല താഴ്ത്തി. അവൻ്റെ മുഖത്ത് നോക്കാൻ കൂടി അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. വായുടെ നേർക്ക് നീണ്ടുവന്ന ഉരുള അവൾ കുനിഞ്ഞിരുന്ന് തന്നെ കഴിച്ചു. അവളെ നോക്കി വശ്യമായ പുഞ്ചിരിയോടെ അവനും ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാട്ടുപാടി നടന്നു വരുന്ന അമ്മയെ കണ്ടത്. ഇതെന്താണമ്മേ പതിവില്ലാതെ പാട്ടൊക്കെ? പതിവില്ലാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി പാടിയതാണ് മോനെ. അവർ തൊഴുതുകൊണ്ട് നല്ല നീട്ടിയങ്ങ് പറഞ്ഞു. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ അവൻ ചൂളിയിരുന്നു. അമ്മുവിനു പിന്നെ ഇതുവരെ തലയുയർത്താൻ മനസ്സ് വന്നതേയില്ല. അവൾ കുനിഞ്ഞു തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചു. അവളുടെ നാണം മനസ്സിലായതുകൊണ്ട് ശാരദ ഒന്നും ചോദിക്കാതെ കുളിക്കാനായി തുണിയുമെടുത്ത് പുറത്തെ ബാത്റൂമിലേക്ക് പോയി. അമ്മ പോയെന്ന് ഉറപ്പായതും ഹരി ചോദിച്ചു. നീ എന്തിനാണ് അമ്മോ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുന്നത്? സ്വന്തം ഭർത്താവ് ഒരു ഉമ്മ തന്നതിനാണോടി? ഞാൻ മാത്രമല്ല കേട്ടോ, നീയും എനിക്ക് തന്നായിരുന്നു. എൻ്റെ ചുണ്ടും നാവുമൊക്കെ നീ കടിച്ചു പൊട്ടിച്ചു. സംശയമുണ്ടെങ്കിൽ നോക്ക്, മുറിഞ്ഞിരിക്കുന്നത്. എൻ്റെ കഴുത്തിനടുത്ത് കണ്ടോ നീ അള്ളിക്കേറിയ പാട്? അതുവരെ കുനിഞ്ഞിരുന്ന അവളുടെ മുഖം ഉയർന്നു വന്നു. ഭദ്രകാളിയെ പോലെ ആയി അവൾ. കഴുത്തിലെ കീറൽ പറ്റിയ പാടൊന്നു നോക്കിയിട്ട് ദേഷ്യത്തോടെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നാണം കൊണ്ട് കൂമ്പിയിരുന്ന അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം എന്താണെന്നറിയാതെ ഉരുട്ടിയ ഉരുളയുമായി അവൻ സ്തംഭിച്ചിരുന്നു. റൂമിലെ ബാത്റൂമിൽ കയറി കണ്ണാടിയിൽ നോക്കി അവൾ. അവളുടെ മിഴികൾ തോരാതെ പെയ്തു തുടങ്ങി. ചുംബനത്തിൻ്റെ ലഹരിയെല്ലാം മാഞ്ഞു പോയിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാതെ പഴയ കാര്യങ്ങൾ അവളെ വേട്ടയാടാൻ തുടങ്ങി. പണ്ട് ഹരിയുടെ കഴുത്തിലും ശരീരത്തിലും കണ്ട പാടുകൾ ഓർക്കെ അവളുടെ കണ്ണിൽ നിന്ന് രക്തം കിനിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ സ്വീകരിച്ചതെങ്കിലും മറ്റൊരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പ് അവനിൽ കലർന്നിട്ടുണ്ടായിരുന്നെന്ന ചിന്ത വരുമ്പോൾ അമ്മുവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അമ്മു, നിനക്ക് എന്താണ് പറ്റിയത്? ബാത്റൂമിൻ്റെ വാതിലിൽ തട്ടിക്കൊണ്ടവൻ വിളിച്ചു. കരഞ്ഞു ചുവന്ന കണ്ണുകളുമായി അവൾ ഇറങ്ങി വന്നു. എന്തിനാണ് അമ്മു കരയുന്നത്? അവൻ ആദിയോടെ ചോദിച്ചു. അവൻ്റെ നെഞ്ചിൽ തന്നെ വീണവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു. അവളെ അടർത്തി മാറ്റിയവൻ പെട്ടെന്ന് പോയി വാതിലടച്ച് കുറ്റിയിട്ടു. നീ കരയുന്നത് അമ്മയെങ്ങാനും കേട്ടാൽ ചോദ്യമായി പറച്ചിലായി. അവളുടെ കയ്യിൽ പിടിച്ചവൻ കട്ടിലിൽ വന്നിരുന്നു. വലത് കൈകൊണ്ട് അവളുടെ താടിത്തുമ്പുയർത്തിയിട്ട് ചോദിച്ചു. ഇനി പറയ്, നിനക്ക് എന്താണ് പറ്റിയത്? വിങ്ങിക്കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു. പണ്ട് തോളിൽ ഇതുപോലെ മുറിവ് കണ്ട കാര്യം ഞാൻ ഓർത്തുപോയി. ഹരിയുടെ മുഖം അടികിട്ടിയതുപോലെ വിളറിപ്പോയി. ഇതിൽ നിന്നൊരിക്കലും ഒരു മോചനമില്ലേ എന്നവൻ ചിന്തിച്ചു പോയി. സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്, നീ എൻ്റെ പ്രാണനാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി. അത് പൂർണ്ണമായും മറന്ന് എന്നെ സ്വീകരിക്കാൻ കഴിയുന്ന കാലത്ത് നീ എന്നെ സ്വീകരിച്ചാൽ മതി. നിന്റെ ശരീരത്തോട് ചേരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെയല്ല. അതിലും പ്രധാനം നിന്റെ മനസ്സിനോട് ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന സമയത്തെ ഇനി നിന്നെ ഞാൻ തൊടുകയുള്ളൂ. അതുപോലെ നിനക്ക്. അവളെയും ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കണ്ണിൽ നിന്നും രക്തം കിനിയുന്നുണ്ടായിരുന്നു. ചില തെറ്റുകൾ മനസ്സിൽ ആത്മാർത്ഥമായി മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ വല്ലാതെ ഉൾക്കുത്തലുണ്ടാക്കുമെന്നവൻ സ്വയം തിരിച്ചറിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അമ്മുവിനോട് ചേരണമെന്ന് എത്രയൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ മനസ്സിൻ്റെ വേദനയും അവൾക്ക് കൊടുത്ത വാക്കും ഓർക്കുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടെ അവൻ്റെ കൈകൾ പൊങ്ങിയില്ല. കെട്ടിടം പണിയുടെ കോൺട്രാക്ട് പിടിച്ചതുകൊണ്ട് കഴിയുന്നതും ജോലി തിരക്കുകളുമായി ഹരി പുറത്ത് തന്നെയാണ്. മേശിരിപ്പണിയും മെക്കാട് പണിയും എല്ലാം എടുത്ത് തളർന്നു വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിച്ച് അമ്മയോടും അമ്മുവിനോടും കുറച്ച് സമയം സംസാരിച്ചിട്ട് അവൻ പോയി കിടന്നുറങ്ങും. ഹരിയുടെ ഈ വിധമുള്ള അകൽച്ച അമ്മുവിനെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. അമ്മുവും ഹരിയുമായുള്ള പ്രശ്നങ്ങൾ ഒന്നും അമ്മ അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ മുൻപിൽ കുസൃതിയും കുറുമ്പുമുള്ളവരുമായി അവർ നടന്നു. എല്ലാം അറിഞ്ഞ് ഹരിയെ സ്വീകരിച്ചിട്ട് ഇനിയും അവനെ അകറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് അമ്മുവിൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു. ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കാനോ
അതൊക്കെ ഓർമ്മിപ്പിക്കാനോ കഴിയാതെ മറവിയുടെ കൈകൾക്ക് കൊടുത്തുകൊണ്ടവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. വസ്തുക്കച്ചവടം ചെയ്ത് പൈസ കിട്ടിയിരുന്നു. കച്ചവടം ഉറപ്പിച്ചപ്പോഴേ മനസ്സിൽ തീരുമാനിച്ചതായിരുന്നു അമ്മുവിനൊരു പാദസരം വാങ്ങണമെന്ന്. 2-3 ദിവസമായി അമ്മുവിൻ്റെ കണ്ണുകളിലെ തിളക്കം കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പതിവില്ലാതെ പെണ്ണ് അമ്മയുടെ മുണ്ടും നേരിയതും ഉടുത്തൊരുങ്ങി നിൽക്കുന്നത് കണ്ടു. അവൾ സംസാരിക്കാൻ അവസരം തേടിയെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങി വന്നതാണ്. അവളെയും കൊണ്ടുവന്ന് വാങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നെ കുറച്ച് ദിവസമായിട്ട് വട്ട് ചുറ്റിച്ചതല്ലേ? അങ്ങനെ ചിന്തിച്ച് അവൾക്കായി പാദസരം തിരഞ്ഞെടുത്തു. 3 പവനിൽ നല്ല ഭംഗിയുള്ളൊരു പാദസരം. അമ്മയ്ക്കൊരു കമ്മലും മോതിരവും വാങ്ങി. വീട്ടു സാധനങ്ങളും പൊറോട്ടയും ബീഫും എല്ലാം വാങ്ങി 7:30 വീട്ടിലെത്തി. സീരിയൽ കാണുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ആള്. അവനെ കണ്ടിട്ടും എണീക്കാതെ അങ്ങനെ തന്നെ കിടന്നു. അവളുടെ തല പതുക്കെ താഴെ വെച്ചിട്ട് അമ്മ എഴുന്നേറ്റ് പോയി കവറൊക്കെ വാങ്ങി. അമ്മ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്ന് പഴയതുപോലെ ഇരുന്നു. ഹരി റൂമിൽ പോയി ഇട്ടിരുന്ന ഡ്രസ്സ് മാറി ഒരു കൈലിയും എടുത്ത് അവരുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിൽ വെച്ചിരുന്നു. അറിയാതെ തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. സീരിയലിൽ മുഴുകിയിരിക്കുകയായിരുന്ന അമ്മയെ തട്ടി വിളിച്ചു. കയ്യിലിരുന്ന സ്വർണത്തിൻ്റെ പേഴ്സ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതെന്താടാ, സ്വർണ്ണമൊക്കെ വാങ്ങിയത്? പേഴ്സ് തുറന്ന് അത് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. മോളെ, കൊലുസും കമ്മലും മോതിരവും ഒക്കെയുണ്ട്. എഴുന്നേറ്റിരുന്ന് ഇതൊക്കെ കൊള്ളാമോ എന്ന് നോക്കിയേ. കണ്ണീര് കാരണം കണ്ണ് കാണാൻ പറ്റാതായിരുന്ന അവൾക്ക് എന്ത് വേണമെന്നറിയാതെ വയ്യായിരുന്നു. അത് കയ്യിൽ വാങ്ങി ഒന്ന് നോക്കിയിട്ട് തിരിച്ചവരുടെ കയ്യിൽ തന്നെ കൊടുത്തു. ആ കമ്മൽ ഊരിയിട്ട് അമ്മ ഈ കമ്മലിട്. കമ്മലിൻ്റെ ഭംഗി ഒന്നുകൂടി നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അമ്മയ്ക്ക് കമ്മലുണ്ടായിരുന്നല്ലോ മോനെ, പിന്നെ എന്തിനാണ് മേടിച്ചത്? അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാതിരുന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ലെന്നറിയില്ലേ? അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഞാൻ കമ്മലും മോതിരവും വാങ്ങിയത്. അമ്മയുടെ കയ്യിലിരുന്ന കൊലുസ് വാങ്ങി അവളുടെ കാലിലിട്ട് കൊടുത്തു. കൊളുത്ത് കടിച്ച് മുറുക്കുന്നതിനിടയിൽ ഇക്കിളി കൂടി അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവളുടെ വെളുത്ത ചുവന്ന പാദങ്ങളിലെ വിരലുകൾ നുണയാൻ കൊതി തോന്നിയെങ്കിലും അമ്മയിരിക്കുന്നത് കൊണ്ട് നിയന്ത്രിച്ച് കൊളുത്തു മുറുക്കുന്നതിനിടയിൽ അറിയാത്ത രീതിയിൽ ചുംബനം നൽകി. ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടമെല്ലാം അവൻ്റെ ആ ഒരു ചുംബനത്തിൽ ഒലിച്ചുപോയി. കഴിക്കാനുള്ളത് ചൂടോടെ എടുക്ക്, നമുക്ക് കഴിക്കാം. ഹരി പറഞ്ഞതും ശാരദ തന്നെ എടുത്ത് പിച്ചി 2 മക്കൾക്കും വായിൽ വെച്ച് കൊടുത്തു. എണീറ്റിരുന്ന് അമ്മയുടെ കമ്മലിൻ്റെയും മോതിരത്തിൻ്റെയും ഭംഗി നോക്കുകയായിരുന്നു അവൾ. കാല് പൊക്കി കാലിൻ്റെ ഭംഗി നോക്കി. 2-3 വാ കഴിച്ചിട്ട് അവൾ ആഹാരം കഴിക്കുന്നത് നിർത്തി. മതി അമ്മേ, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അവർ നിർബന്ധിക്കാൻ പോയില്ല. മൈദയും കൂടെ ചെന്ന് വയറ് വേദനിക്കേണ്ടെന്ന് അവർ വിചാരിച്ചു. ഒരെണ്ണം പോലും കഴിക്കാതിരുന്ന അവളെ അവൻ രൂക്ഷമായി നോക്കി. അമ്മയുടെ മുൻപിൽ വെച്ച് ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അമ്മ വാരിക്കൊടുത്തതും കഴിച്ച് അവൻ മിണ്ടാതെയിരുന്നു. കട്ട വാർത്ത് വെച്ചിട്ട് നീ എന്താണ് മതിൽ കെട്ടാത്തത്? ആഹാരം കൊടുക്കുന്നതിനിടയിൽ അവർ ചോദിച്ചു. ആ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണമ്മേ. അവിടുത്തെ വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഫ്രീ ആണ്. അപ്പോൾ മതിൽ കെട്ടി നമുക്ക് ഗേറ്റ് ഇടാം. പിന്നെയും കാര്യം പറഞ്ഞു. അമ്മയും മോനും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. നാളെ അമ്മയ്ക്ക് സാവിത്രിയുടെ വീട് വരെയൊന്ന് പോണം. തുണി വിറ്റതിൻ്റെ കുറച്ച് കാശ് പിരിച്ചവൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിന് അമ്മ പോകുന്നത് എന്തിനാണ്? ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, അവൻ അരിശത്തോടെ പറഞ്ഞു. എനിക്ക് അവളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും ചെയ്യേ. ഞാൻ പറഞ്ഞത് എപ്പോഴാണ് ശാരദക്കുട്ടി കേട്ടിട്ടുള്ളത്? അവൻ കെറുവെച്ചുകൊണ്ട് പറഞ്ഞു. മോൻ്റെ പിണക്കം കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞതും അവർ കിടക്കാനായി പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞവൻ നാളത്തെ പോക്ക് മുടക്കിക്കളയും. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടവർ അകത്തേക്ക് പോയി. അമ്മ പോയി കതകടച്ച് എന്ന് ഉറപ്പായതും അവൻ അവളുടെ കാലിൽ ഇക്കിളിയിടാൻ തുടങ്ങി. കുടുകുടാ ചിരിക്കുന്നവളെ അവൻ പിന്നെയും ഇക്കിളിയിട്ടു. പറയ്, എന്താണ് എൻ്റെ പ്രിയതമയ്ക്ക് പറയാനുള്ളത്? അവളെ വലിച്ച് അവൻ്റെ നേരെ ഇരുത്തി കണ്ണിൽ നോക്കിക്കൊണ്ടവൻ ചോദ്യം ചോദിച്ചു. 2-3 ദിവസമായി നിന്റെ കണ്ണിൽ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. സെറ്റിയിൽ നിന്ന് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്ന അവൾ. അവളിൽ നിന്നും അങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവനൊന്ന് പതറിപ്പോയി. ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ നെറ്റി മുതൽ വരയ്ക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന സുഗന്ധവും അവളിലെ ലാസ്യഭാവവും കണ്ണുകളിലെ പ്രണയവും കണ്ടപ്പോൾ അവളെ വാരിപ്പുണരാൻ അവൻ്റെ മനസ്സും ശരീരവും കൊതിച്ചെങ്കിലും സംയമനം പാലിച്ചവനിരുന്നു. നെറ്റിയിൽ നിന്ന് വിരലുകൾ അവൻ്റെ ചുണ്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ അവൾ വട്ടം വരച്ച് തള്ളവിരലും
ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് അവൻ്റെ ചുണ്ടിനെ പതിയെ ഞെരടി വിട്ടു. അവൻ്റെ അടിവയറ്റിൽ ചിത്രശലഭങ്ങൾ പറന്നു കളിക്കാൻ തുടങ്ങി. വിയർപ്പുതുള്ളികൾ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങിയെങ്കിലും അവൾ എന്തു ചെയ്യുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒന്നും പറയാതെ തന്നെ അവൻ്റെ കണ്ണിൽ നോക്കി ചുണ്ടിനെ അവൾ കവർന്നെടുത്തു. ഒരു സെക്കൻഡുള്ള കുഞ്ഞു ചുംബനം കൊടുത്തിട്ടവൾ അവൻ്റെ കഴുത്തിൽ മുഖം പുഴ്ത്തി. അവളെ കോരിയെടുത്ത് ടിവിയും അണച്ചവൻ ബെഡ്റൂമിലേക്ക് പാഞ്ഞു. 1 വർഷത്തോളമായ ആഗ്രഹം അവളിൽ പൊഴിക്കാൻ അവൻ്റെ ഹൃദയം അലതല്ലി. അവളെ എടുത്തു കൊണ്ടുവന്നവൻ കട്ടിലിലേക്കിരുന്നു. കഴുത്തിൽ പുഴ്ത്തിയ മുഖം നിവർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നോടുള്ള നിന്റെ ദേഷ്യമൊക്കെ മാറിയോ അമ്മു? മൂളാതെ വാ തുറന്ന് പറ, മാറിയോ ഇല്ലയോ? എനിക്കിപ്പോൾ ശ്രീയേട്ടനോട് ദേഷ്യമൊന്നുമില്ല. സന്തോഷം കൊണ്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ അവൾ മൃദുവായി ചുണ്ടു പതിപ്പിച്ചു. 1 വർഷമാവാറായി അവൾ ശ്രീയേട്ട എന്നൊന്ന് വിളിച്ചിട്ട്. അവളുടെ ആ വിളി അവനെ ആനന്ദത്തിൻ്റെ പരകോടിയിൽ എത്തിച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ വികാരത്തിൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിയിരുന്നു. പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്നത് പോലെ വളരെ മൃദുവായി, അവൾക്ക് വേദനിക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു. ഇതിനിടയിൽ എപ്പോഴോ നേരിയത് അഴിഞ്ഞു പോയിരുന്നു. ചുംബനത്തിനിടയിലും അവൻ്റെ വിരലുകൾ അവളുടെ അണിവയറിനെ മൃദുമേനിയെയും തേടിപ്പോയിരുന്നു. വല്ലാതെ ചൂടുപിടിച്ച ശരീരങ്ങൾ ഒന്നു ചേരാനായി വെമ്പൽ പൂണ്ടു. അവളുടെ മുണ്ടിൽ കൈവച്ചപ്പോഴാണ് അവളതറിഞ്ഞത്. ശ്രീയേട്ട! അവളുടെ വിളി കേൾക്കുന്നതിനിടയിൽ അവൻ്റെ ജോലിയിൽ കൂടുതൽ വ്യാപൃതനായി. എനിക്ക് പീരിയഡ്സ് ആയിരിക്കുകയാണ്. എന്ത്? എനിക്ക് സുഖമില്ലാതായിരിക്കുകയാണ്. കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി ഹരി. എന്തിനാടി എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചത്? അവളെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ മലർന്നു കിടന്നു. കട്ടിലിൻ്റെ താഴെ കിടന്ന നേരിയത് കയ്യെത്തിയെടുത്ത് അവളുടെ മാറു മറച്ചു. നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് ചേർത്ത് പിടിച്ചു. നിനക്കിപ്പോൾ വയറുവേദന വരാറില്ലേ? ശ്രീയേട്ടന് വയ്യാതെ കിടന്നപ്പോൾ മുതൽ ഞാൻ ഗുളിക കഴിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ വയറുവേദന വരാറില്ല. വേദന വരുമ്പോൾ തന്നെ ഞാൻ ഗുളിക കഴിക്കും. ഇന്ന് കഴിച്ചോ? വൈകിട്ട് കഴിച്ചിരുന്നു. ഇനി മേലിൽ അത് കഴിക്കരുത്. നാട്ടുമരുന്ന് കഴിക്കുന്നത് പോലെയല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അമ്മയ്ക്കറിയാമോ നീ ഗുളിക കഴിക്കുന്നത്? ഇല്ല, ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. പറയണ്ട. എന്നോട് നിനക്ക് പിണക്കമൊന്നുമില്ലേ? ശരിക്കും എന്നെ ഇഷ്ടമാണോ? അവൻ്റെ ചോദ്യത്തിനെല്ലാം അവൾ ചുംബനം കൊണ്ട് മറുപടി നൽകി. അവനും അവളെ ചുംബനത്താൽ മൂടി ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ തൻ്റെ മുഖത്ത് നോക്കി കിടക്കുന്ന ഹരിയെയാണ് കണ്ടത്. രാത്രി ഉറങ്ങാതെ എന്നെയും നോക്കി കിടക്കുമായിരുന്നോ? നിന്നെയും നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു മനസുഖം. അവൻ്റെ നെഞ്ചിലായി മുഖം മറച്ച്. നോക്കമ്മു മുഖത്തേക്ക്. നീ ഇങ്ങനെ നാണിക്കാൻ ഇവിടെയൊന്നും നടന്നിട്ടില്ല. കടിക്കാതടി, എനിക്ക് നോവുന്നു. എനിക്കിപ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ? അറിയില്ല. അവനെ ചെറുതായി കടിച്ചുകൊണ്ടവൾ പറഞ്ഞു. അവളെ മുറുക്കെ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ഞാനാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അമ്മ പറയും പോലെ നീ എൻ്റെ പുണ്യമാണ്. എന്നെ വിട്, ഞാൻ കുളിക്കട്ടെ ശ്രീയേട്ട. ആകെ അസ്വസ്ഥതയെടുക്കുന്നു. ഒരു ഉമ്മ തന്നിട്ട് പോയിക്കോ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തി മുത്തിയിട്ടവൾ കുളിക്കാനായി പോയി. അവൾ കണ്ണാടിയിൽ നോക്കി നിന്നു. അവൻ തന്ന ചുംബനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവളുടെ വയറിൽ നിന്നൊരു വൈദ്യുതി പാഞ്ഞുപോയി. ഷവറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തണുത്ത വെള്ളത്തിന് പോലും അവളുടെ വയറ്റിലെ ആളിനെ നിയന്ത്രിക്കാനായില്ല. ഹരിയും അവളുമായുള്ള നല്ല നിമിഷത്തെക്കുറിച്ച് ഓർത്തുള്ള ലഹരിയിലായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സന്തോഷം കിട്ടിയിട്ടില്ല. സ്നേഹമില്ലാതെ മദ്യത്തിൻ്റെ പുറത്ത് ശാരീരിക സുഖം മാത്രം തേടിപ്പോയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവനോട് തന്നെ അവജ്ഞത തോന്നി. ഇങ്ങനെയൊരു സന്തോഷമോ സുഖമോ ഇതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് മുന്നേ അമ്മുവിനെ കണ്ടു കിട്ടിയിരുന്നുവെങ്കിൽ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പല്ല് തേക്കാനായി മുറ്റത്തേക്കിറങ്ങി. അമ്മോ, ഇവിടെ എന്താണ് പരിപാടി? ഞാനിവിടെ ഡാൻസ് കളിക്കുന്നു. ശാരദ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഇപ്പോൾ വന്ന് എന്താണ് പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ഭയങ്കര തമാശക്കാരിയാണെന്നാ വിചാരം. മുറ്റം തൂക്കുന്ന എന്നെ നോക്കിയിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ പിന്നെ നിന്നോട് ഞാൻ എന്ത് പറയണം? ഇന്നലെ രാത്രിയോട് കൂടി ഉള്ള കിളികൾ മൊത്തം പറന്നു പോയിരിക്കുന്നു. അല്ലെങ്കിൽ മുറ്റം തൂക്കുന്ന അമ്മയെ നോക്കി ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. എന്തിൻ്റെ കേടായിരുന്നു?
വടി കൊടുത്ത് അടി വാങ്ങാൻ. ആത്മഗതത്തോടെ അവൻ കൃഷിയിടം നോക്കാൻ ഇറങ്ങി. കുളിച്ചിറങ്ങി വന്ന അമ്മ ചോദിച്ചു, അമ്മ എന്തിനാണ് മുറ്റം തൂത്തത്? ഞാൻ തൂക്കുമായിരുന്നല്ലോ. മോൾക്ക് വയ്യാതിരിക്കുകയല്ലേ, അതാണ് അമ്മ ചെയ്തത്. അമ്മ പോയി പാല് വാങ്ങിയിട്ട് വരാം. അമ്മ പാല് വാങ്ങാനായി പോയതും അവൾ കഴുകാനുള്ള തുണിയുമായി തുണി അലക്കുന്ന കല്ലിനടുത്തേക്ക് പോയി. ശ്രീയേട്ടാ! അമ്മുവിൻ്റെ അലർച്ച കേട്ട് വഴിവരെ എത്തിയ ശാരദ തിരിച്ചോടി. ഹരി കാറ്റുപോലെ പാഞ്ഞ് അവൾക്കരികിൽ വന്നു. പേടിച്ചിട്ട് അവൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മു, നിനക്ക് എന്തോ പറ്റി? എന്തിനാണ് അലറിയത്? നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അവളുടെ വെപ്രാളം കണ്ട അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവളുടെ കാലിലെ മുറിവും ഇഴഞ്ഞു നീങ്ങുന്ന അണലിയും എന്താണ് സംഭവിച്ചെന്ന ചിത്രം ഹരിക്ക് കാണിച്ചു കൊടുത്തു. അടുത്തൊരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒറ്റക്കൊമ്പൻ സ്റ്റോറി അവസാനിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ ഇനിയും സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒറ്റക്കൊമ്പൻ സ്റ്റോറീനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ റിവ്യൂസൊക്കെ കമൻറ്റിൽ എഴുതണം കേട്ടോ.